നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പിയാണ്. നമ്മൾ പണ്ടൊക്കെ ഒരുപാട് കഴിക്കാറുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല എന്താണ് കപ്പലണ്ടി മിഠായി എന്ന്. കപ്പലണ്ടിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ശർക്കരയുടെ ഗുണങ്ങളും കൂടി ചേരുമ്പോൾ നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കപ്പലണ്ടി മിഠായി. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം. അപ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒന്നാമത്, നമ്മളതിന് വാങ്ങുന്ന ശർക്കരയും അതുപോലെ തന്നെ കപ്പലണ്ടിയും ഹൈ ക്വാളിറ്റി ഉള്ളത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോഴും ഓർഗാനിക് ജാഗറി പൗഡറാണ് വാങ്ങാറുള്ളത്. അതാന്ന് തോന്നുന്നുണ്ട് എൻ്റെ കപ്പലണ്ടി മിഠായി നല്ല ഡാർക്ക് കളറായിട്ടിരിക്കണേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ശർക്കര പാവിൻ്റെ കാര്യമാണ്. ശർക്കര പാവ് ആവുന്നതിന് മുമ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നമ്മുടെ പല്ലിലൊക്കെ ഒട്ടിപ്പോവും. അതുപോലെ ശർക്കര പാവ് ഇടേണ്ട സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ആ കപ്പലണ്ടി മിഠായി ഭയങ്കര ഹാർഡായിട്ട് പോവും, കടിക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളത് ഇട്ട് കൊടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ വറക്കാത്ത പച്ചക്കപ്പലണ്ടിയാണ്, 1.5 കപ്പാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വറുത്ത് നല്ല ഡാർക്ക് കളറാക്കി എടുക്കണ്ട. ഒരു 7-8 മിനിറ്റ് ഒക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കപ്പലണ്ടി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കപ്പലണ്ടിയുടെ കളറൊക്കെ മാറി സ്ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആവാൻ തുടങ്ങി. ഇതിപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തൊലിയൊക്കെ ഉരിഞ്ഞ് വരാൻ തുടങ്ങി. അത്യാവശ്യം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ കയ്യിലെടുത്ത് നോക്കാം. ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ആവണമെന്നില്ല, നല്ല ചൂടായിരിക്കും. ഇങ്ങനെ തൊലി ഉരിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. ഈ ഒരു പാകം മതി, നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. അതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഈ ചൂട് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് കുക്കാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട്. കപ്പലണ്ടി ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെ കയ്യിൽ കുറച്ചെടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ തൊലി പൊക്കോളും. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു കിച്ചൺ ടവലിലേക്ക് മാറ്റുക. അതിലിട്ട് റബ്ബ് ചെയ്തെടുത്താലും നമുക്ക് തൊലി പോയി കിട്ടും. കപ്പലണ്ടി എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരുവിധം. ഇനി ഇതിൽ നിന്ന് ആ തൊലി ഒന്ന് മാറ്റിയെടുക്കണം. അതാണ് ഒരു പണി. ഞാൻ ഇതുപോലെ ചെയ്യാറുള്ളത്. ഇതുപോലെ അരിപ്പയിലിടും. അപ്പോൾ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ കപ്പലണ്ടി മാത്രം ഇതുപോലെ മുളക്കി വരും. അപ്പോൾ അതെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എടുക്കുമ്പോൾ ഇതുപോലെ വല്ലതിലും തൊലി ഉണ്ടെങ്കിൽ നമുക്കത് കളയുകയും ചെയ്യാം. കപ്പലണ്ടി മുഴുവൻ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഫൈനായിട്ട് പൊടിക്കേണ്ടവർക്ക് അങ്ങനെ പൊടിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം. ഞാൻ എന്തായാലും കുറച്ച് മീഡിയം സൈസിലാണ് പൊടിക്കുന്നത്, വല്ലാണ്ട് അങ്ങോട്ട് പൊടിച്ച് എടുക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പൊടിച്ചെടുത്തത്, കംപ്ലീറ്റ് ആയിട്ട് പൊടിയാക്കിയിട്ടില്ല. തരിതരികൾ ഇതുപോലെ ഉണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ഒരു 4 പ്രാവശ്യം പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കണം. ഈ ബോർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളോ ഏതെങ്കിലും പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യോ ഓയിലോ ഒന്ന് തടവി വയ്ക്കണം. ഇത് പരത്താൻ ഉപയോഗിക്കുന്ന റോളിംഗ് പിന്നോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബാഗോ അങ്ങനെ ഏതാണോ യൂസ് ചെയ്യണേ അത് ഒന്ന് ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഈ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയിട്ട് പെട്ടെന്നാണ് നമ്മൾ ഇതിലേക്ക് മാറ്റുക, അപ്പോൾ സമയം കിട്ടില്ല. അതുകൊണ്ട് മുൻകൂട്ടി ഇതൊന്ന് റെഡിയാക്കിയിട്ട് വെക്കണം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര പൊടി ഇല്ലാത്തവരാണെങ്കിൽ ശർക്കര തന്നെ ചേർക്കാം.
ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയെടുത്തിട്ട് ചേർക്കുക, പൊടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കുക. ഇതിപ്പോൾ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് കപ്പലണ്ടിക്ക് 1 കപ്പ് ശർക്കരയാണ് ആവശ്യം വരിക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തു. 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി അലിഞ്ഞ് വരണം, കുറച്ച് നേരം എടുക്കും. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു ബൗളിൻ്റെ അടുത്ത് വെള്ളം വയ്ക്കുക. അതിലേക്ക് കുറേശ്ശെ ഇത് ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്റ്റൽ ഫോമിൽ വരണം. അപ്പോഴാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇതുപോലെ കണ്ടില്ലേ, ഇത് ആയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം. നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പ്രാവശ്യം ഇട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ആ കൺസിസ്റ്റൻസി തെറ്റിയാൽ നമുക്കിത് നന്നായിട്ട് കിട്ടില്ല, കപ്പലണ്ടി മിഠായി ശരിയായി വരില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ കണ്ടില്ലേ, കുറച്ച് ഹാർഡായിട്ടുണ്ട്, കുറച്ച് സോഫ്റ്റാണ്. തൊടുമ്പോഴേക്കും പൊട്ടുന്ന ഒരു ക്രിസ്റ്റലിൻ്റെ ഫോമിൽ വരണം. അപ്പോൾ ഇത്രയും കൂടി നേരം ആയി കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് സുഖമായിട്ട് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ക്രിസ്റ്റൽ പോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, സുഖമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. വേണമെങ്കിൽ ഈ പാത്രത്തിലൊന്ന് ഇട്ട് കൊടുക്കുക, അതുപോലെ നല്ല സൗണ്ട് വരും. ഇതാണ് കൺസിസ്റ്റൻസി. അധികട്ടത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച കപ്പലണ്ടി പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ആ ചൂടിൽ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ് കപ്പലണ്ടി മിഠായി. പക്ഷെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വരില്ല. റോളിംഗ് പിന്നൊക്കെ ഓൾറെഡി നമ്മൾ പോലെ നെയ്യ് ആക്കി വെച്ചിരുന്നു. കട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പിന്നീട് നമുക്കിത് കട്ട് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നൈഫ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ചൂടാറി വരാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കിതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും. പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ശർക്കര പാനിയുടെ ആ ഒരു പാകമാണ് എപ്പോഴും ഈ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.